ദൂരത്ത് കനവിൻ്റെ തീരത്ത് മനസ്സിൻ്റെ തേരോട്ടമായി മോഹച്ചിറകേറുമനുയാത്രയായി മഴ തേടും മനസ്സിൻ്റെ കുളിർച്ചൂടും ദാഹങ്ങൾ കൈനീട്ടിയോ പ്രിയ സ്വപ്നം വിരിയുന്ന പൂക്കാലരാവിന്റെ പടിവാതിൽ തുറക്കുന്ന സ്വരം കേട്ടുവോ നെഞ്ചിൽ പടിവാതിൽ തുറക്കുന്ന സ്വരം കേട്ടു മോഹ ചിറകേറുമനുയാത്രയായി കരകാട്ടമാടുമ്പോൾ നിറമേഴും വിരിയുന്ന സെന്തമിഴഴകിൻ്റെ മയിൽ പീലികൾ കഥകളിയാടുന്ന തെങ്ങോല തുമ്പിന്മേൽ കിളിമകൾ പാടുന്നു വയൽ പാട്ടുകൾ പുഴതാളം തുള്ളുന്ന കളിവഞ്ചിപ്പാട്ടിലും അറിയാത്ത ദൂരത്ത് കനവിൻ്റെ തീരത്ത് മനസ്സിൻ്റെ തേരോട്ടമാ മോഹച്ചിറകേറുമനുയാത്രയായി जाओ तुम्ही चली जाओ तुम्हार आम्ही पैसा खर्च करके बढीची तुम्हाकी कुणो तर्कन नाही तुम्ही एक जण काम निष्ठे साथ पालिछो तुम्हाकी आम्ही देखा जो नाही असेची तुम्हाकी देखते पाहिजे तुम्हार के वही ना आम्ही बाहेर पठायची और देख के मन देख देखे न खुशी सके न जाओ बाबा की हमें देखा जुलना ऐसे जी देखे चले गए जी अमर राम दिखाने सेकाने जाची
അണ്ണാ ഇത് കുഴപ്പമാവുണ്ടായത്. നിങ്ങൾ രണ്ട് കൊല കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോ? 2-3 പേരുടെ കാര്യമൊക്കെ ഞാനേ. നിങ്ങളൊന്ന് മിണ്ടണ്ടിരുന്നേ, മനുഷ്യനവിടെ പേടിച്ചിട്ട് പാടില്ല. ഇത് ചെസ് കളി പോലെയല്ല. ബാക്കിയുള്ളവർ ആര് വന്നാലും ഞാനേറ്റു. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കേ. ദൈവമേ, തോന്നിനെ തന്നെ പോയി ഇടിക്കലോടാ. വണ്ടി നിർത്ത്. വാടി ഇവിടെ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. ഇങ്ങോട്ട് വാടി. കേറി വണ്ടി. കേറി. കേറാനാ പറഞ്ഞു. ഇങ്ങോട്ട് വാടി. കേറി. കേറങ്ങോട്ട്. ഇതിലേക്ക് എല്ലാത്തോടും ഇങ്ങ് കാണിച്ചു തരാം. നിനക്ക് വല്ലതും പറ്റിയോ? പറ്റിയെങ്കിൽ എറിഞ്ഞിട്ടാനാ ഞാൻ. അല്ലെങ്കിൽ ഇവനെന്തോ പറ്റാനാ? ഒരു ചായ കൈയൊക്കെ കഴുകിയിട്ട്. അപ്പൊ കൈ കഴുകാതാണ് താൻ ഞങ്ങൾക്ക് ചായ ഒഴിച്ചു തരുന്നല്ലേ? കവല വരെ പോകാൻ വയ്യാത്തോണ്ടല്ലേ മാഷെ? അതിന് താനിവിടുന്ന് ഇറങ്ങുന്നില്ലല്ലോ. ഗോവിന്ദ, ആ ടോർച്ചനൊക്കെ ഉണ്ടോ? ഇന്നലെ ഇതുവഴി പറന്നു പോകുന്നത് കണ്ടതാ. എന്താ? അല്ല, ഇതേവൻ സ്കൂളിലെ മണിയും കൊണ്ടാണോ പോയത്? അതെ, 2 ദിവസമായിട്ട് ഞാനും സ്കൂളിലെ ടീച്ചർമാരും കൂടിയാ പിള്ളേർക്ക് കഞ്ഞി ഉണ്ടാക്കുന്നത്. ആ പണിയെങ്കിലും നടക്കട്ടെ. ഇന്നലെ കാർത്തൂമ്മയുടെ കൂടെ ചാക്കും പുറകിൽ വെച്ച് പോണേ കണ്ടു. ഓ, ഈ നാട്ടുകാരുടെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞാ സ്കൂളിലേക്ക് വരുന്നത്. ആ മെമ്പറോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ കഞ്ഞി വെക്കാൻ ഒരാളെ നിയമിക്കാൻ. അവനെ നമുക്ക് മെമ്പർ ആക്കിയാലോ? ആ, ദേ മോഹൻ സാർ വരുന്നു. ഇന്നലെ അമ്പലത്തിലെ കമ്മിറ്റി അല്ലായിരുന്നോ? ബില്ല് അവതരിപ്പിച്ചപ്പോ ഉടക്കായിന്നാ പറയുന്നത്. പോകാനിറങ്ങിയതാവും. ഞാൻ കുറച്ച് താമസിച്ചു. മാഷിന്ന് പോയില്ലേ? ആ, ഞാൻ ഗോവിന്ദന്റെ ഒരു ചായം കുടിച്ച് ടോർച്ചിനെ കണ്ടാ പൊക്കിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചിറങ്ങി. ആ, ഇനി അങ്ങ് പോവാം. ആ ഗോവിന്ദ, ഓ ഞാനിപ്പോ ഒരു 2 കിലോ എടുത്ത് വെച്ചത്. ഞാൻ തിരിച്ചു വരുമ്പോ വാങ്ങിച്ചോ. വെച്ചേക്കാം. മോനെ സാറേ, ഒരെണ്ണം എടുക്ക് സാറേ. സാറേ ഒരെണ്ണം. ഓ, സാറേ ഇത് ഇന്നലെ രാത്രി വീട്ടിൽ കയറി വന്നിട്ട് കറണ്ട് ബില്ലും കാശുമായിട്ട് പോയതാ. മുഖ്യമന്ത്രിക്ക് പോലും ഇല്ല എന്റെ അത്രയും തിരക്ക്. രാത്രി കിടക്കാൻ വരും. ഞാൻ പറഞ്ഞതിന് മുമ്പ് പോവുകയും ചെയ്യും. അല്ല, എന്തായിരുന്നു അമ്പലത്തിൽ? വെറുതെ ഉടക്കുണ്ടാക്കാനാ. ആ പോലീസുകാരനാ എല്ലാ കുഴപ്പത്തിനും കാരണം. കഴിഞ്ഞ കൊല്ലത്തെ പടയണിയേക്കാൾ ഗംഭീരമാക്കട്ടെ അവർ ഈ കൊല്ലത്തെ പടയണി. അത് ശരിയാ. ആ, അപ്പൊ കാശും കൂടും. പുതിയ കമ്മിറ്റിക്കാരൊക്കെ അങ്ങോട്ട് നടത്തട്ടെ. എന്നാ ശരി, കാണാം. എന്താ റാമേ, കുറച്ചു ദിവസം ആയല്ലോ കണ്ടിട്ട്. നാട്ടിൽ പോയോ? അതെ ബാബു ചേട്ടാ, ഇവരെ കൂട്ടി വരണമായിരുന്നു. അതാ താമസിച്ച. എന്താ റൗണ്ട് കൂടുന്നോ? ഇല്ല ബിജു ചേട്ടാ,
പുഴയിലൊന്ന് ചാടിയിട്ട് വേണം കമ്പനിയിലേക്ക് പോകാൻ. ആ മോളുടെ ബർത്ത്ഡേയാ. ലഡു കഴിക്ക്. ശരി ശരി. പാവം നല്ല പയ്യനാ. സാധാരണ പണിക്ക് വരുന്നവരൊക്കെ കണക്കാ. എങ്ങനെ ആകാതിരിക്കുന്നേ? അവൻ അവിടുത്തെ വലിയ സഖാവല്ലായിരുന്നു. അതാ നാട് വിട്ടോടേണ്ട വന്നേ. ഇനി വല്ലവനെ തട്ടിയിട്ട് വന്നാണോ? ആണേലും സംരക്ഷിക്കണം. സഖാവാ. ആ നീ എന്താ പണിക്ക് പോവാൻ? ഓ പിന്നെ വൈകിട്ട് 2 എണ്ണം അടിക്കാനാണേ 10 തേങ്ങ അടത്തിയിട്ടിട്ടുണ്ട്. നമുക്കതുകൊണ്ട് കൊടുക്കാടാ. നീ കളിക്ക്. ഗോവിന്ദേട്ടോ ചായ്. ഇവർക്കും സ്ട്രോങ് ആണോ? ഗോവിന്ദേട്ട സ്പെഷ്യൽ. എടാ രാമൻ, നിന്നെ തിരക്കി കുഞ്ഞുണ്ണി മാഷ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴും അങ്ങോട്ട് പോയേ. ചേട്ടാ ബൈക്കിൽ പോണത് കണ്ടിരുന്നു. പഠിപ്പിക്കാനാവും. അവിടൊക്കെ ഒന്ന് വൃത്തിയാക്കാനാ. അത് ടോച്ചിന് ഇഷ്ടമാകുമോ? ഒന്നാമത് ബംഗാളികളെ കാണുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അവനെ തിരക്കി അയാൾ കിടന്ന് ഓടുന്നത്. അല്ല, നീ പോയിട്ട് കുറച്ചായല്ലോ. ഞാൻ കരുതി ഇനി ഇവിടുന്ന് അങ്ങ് മുങ്ങിന്ന്. ഇവൻ തനിക്കൊന്നും തരായില്ലല്ലോ. ഗോവിന്ദേട്ട ആദ്യം റൂമിൽ ഒന്ന് പോണം. പിന്നെ നമ്മുടെ പുഴയിലൊരു കുളി, മീൻ പിടുത്തം. എന്നിട്ട് നോക്കാം. സംജാ? പിന്നല്ലാതെ. അതെ, കിട്ടിയ എനിക്കൂടെ 2 എണ്ണം തന്നെ. പിന്നെന്താ ചേട്ടാ? ആദ്യം ഒരു ലഡു കഴിക്കും. മോളുടെ ബർത്ത്ഡേ. അത് നന്നായി. വിത്തൗട്ട് ചായൻ ലഡു. അതൊന്നും കുഴപ്പമില്ല ഗോവിന്ദേട്ട. എടാ രാമേ, നീ ഒരു ബംഗാളിയെ ഇയാൾക്കൂടെ കൊണ്ടുകൊറ. എന്തിന്? നല്ല ഭക്ഷണം കഴിക്കാനല്ലോ. ഗോവിന്ദ ഒരു ചായ. രമേശ് സാറേ, മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. പോണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല എന്റെ അല്ല, അഡ്വാൻസ് ആയിട്ട് നിനക്ക് ഇരിക്കട്ടെ. ഇവന്മാരുടെ ഡീറ്റെയിൽസ് ഒക്കെ നീ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോ? അതിന് സാറ് ഈ സ്റ്റേഷനിലല്ലോ. സ്റ്റേഷൻ ഏതായാലും പോലീസുകാരൻ തന്നെയാ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് കൊണ്ടു കൊടുത്തേക്കാം. ഒരു ലഡുവും എടുത്ത്. നല്ല ടേസ്റ്റാ, ബംഗാളി നായിട്ടാ. ചായയുടെ പൈസ പറ്റിൽ എഴുതിക്കും. ലഡു ഇവൻ തന്ന എഴുതണമെന്നില്ല. നിക്കടാ, എങ്ങോട്ടേ തിരികെത്തിച്ചു പോണത്? മോനേട്ടന്റെ കറണ്ട് ബില്ല് അടയ്ക്കണം. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകണം. പോലടാ, നിന്റെ ചന്ദ്രേട്ടനല്ലേ ഇത്? ഒരു 100 രൂപ ഉണ്ടാവും. എന്റെ പൈസ ഒന്നുമില്ല. അപ്പൊ നീ തരില്ല. പരമാവധി തരാതിരിക്കാൻ ശ്രമിക്കാം. മണ്ടൻ, എനിക്കാരെങ്കിലും പൈസ കടം തരുമോ? ഫുൾ ടൈം സ്കൂളിലെ കടുപ്പ്. പക്ഷെ 10 പൈസ വരൂല്ല. അയ്യ, ബംഗാളിയെ രാവിലെ മീൻ വല്ലം കൊളത്തിയാ? രാവിലെ തന്നെ ടോച്ചിനെ കൊളുത്തിയല്ലേ? അതെ ചന്ദ്രൻ, അതായത് ഞാൻ ചിലപ്പോൾ ടോർച്ചിനെ കൊളുത്തും, ചിലപ്പോൾ നാട്ടുകാരെ കൊളുത്തും. അത് കണ്ട ബംഗാളികൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? നാടൊരു തമാശ പറഞ്ഞതാ. തമാശക്കല്ലേ, അങ്ങനെ തമാശക്കല്ലേ. എഴുന്നേറ്റ് മതി മതി മതി. എനിക്കൂടെ ചൂണ്ടുവരണം. എഴുന്നേക്കടാ ഏർപ്പാളി. എല്ലാവരും കൂടി ഇരുന്നാ മീൻ കിട്ടോടാ. എടാ നിന്നോട് ഞാൻ എഴുന്നേക്കടാ. എടാ മുസൽമാനെ, ഇന്നത്തേക്ക് ഇത് മതി. ബാക്കി ഞാൻ നാളെ വന്ന് മേടിച്ചോളാം. നിന്നോടൊക്കെ കേരളത്തിലെ ദൈവം ചോദിക്കോടാ. അയ്യോ, വരണ്ടായിരുന്നു. കളക്ടറേറ്റിൽ പോകാതെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വന്നതിന് 100 കോടി. ശരി, ഇല്ലില്ല, കളക്ടറെ കണ്ട് നേരിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ശരി ശരി. അങ്ങനെ തന്നെ. ഞാൻ വിളിച്ചോളാം. എടാ ടോർച്ചേ, ഒന്ന് നിക്കടാ. നീ ഇതെങ്ങോട്ട് ധൃതി പിടിച്ചു പോവാ? നമ്മുടെ കാർത്തുമ്മ മരിച്ചെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു. ഞാനും അവിടെ പോയിട്ട് വരിക.
അപ്പൊ ശരിയാണല്ലേ, ഞാനൊന്ന് പോയിട്ട് വരാം. ആ ശാന്തമോ, നമ്മുടെ കുളിമുറിയിൽ ഒരു ചിമ്മിനി വെച്ചാൽ നന്നായിരിക്കും. നിന്നോട് ഞാൻ എന്നും പറയുന്നതാ ആ കുന്തം വലിക്കല്ലേന്ന്. ഒന്നും അല്ലെങ്കിൽ നീ ഒരു അധ്യാപകനല്ലേടാ. അവനെന്തേ? എന്തിനാ നീ അവന്റെ മെക്കെട്ട് കയറാൻ പോന്നേ? അവൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മായി, അല്ല, എന്താണാവോ രാവിലെ തന്നെ? ഇന്നെന്താ മോട്ടർ പണി മുടക്കിയോ? ഏയ്, സാറിന്റെ ഓർഡറാ. ഇന്നലെ ഗൗരിയുടെ വീട്ടിൽ നിന്ന് നേരത്തെ പോന്നു. അവിടേക്ക് പോവാൻ ഇറങ്ങിയതാ ഞാൻ. ഞാനും ഇനി നേരത്തെ പോന്നു. ഇന്നും കൂടെ ഒന്ന് കേറാന്ന് കരുതി. എനിക്ക് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് സഹിച്ചില്ല, അതാ. അമ്മേ, കാപ്പി വേണ്ട, ഞാൻ ഇറങ്ങുവാ. ഇന്നെന്താ ഇത്ര നേരത്തെ പോവാൻ? ശ്രീയേട്ടാ, കാപ്പി കുടിച്ചിട്ട് പോവോ? വേണ്ട വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്, അതാ. എന്നാ എന്നെ പോകുന്ന വഴിക്ക് ആ ഗൗരിയുടെ വീട്ടിലൊന്ന് ഇറക്കിയേക്ക്. നീ വന്നപ്പോൾ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പണിയിപ്പിച്ചോണ്ടാ വരുന്നത്. മോളെ, അവൻ പോന്നെങ്കിൽ പോട്ടെ, നീ കാപ്പി വേണ്ട കുടിച്ചിട്ട് വേണ്ട, ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. ശ്രീയെ, നീ തിരികെ വരുമ്പോ പഞ്ചസാര വാങ്ങാൻ മറക്കണ്ട. അതിപ്പോ പറയാൻ കാരണം എന്താ? ഇല്ലെങ്കിൽ മധുരം ഇല്ലാത്ത ചായ കുടിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. വാ 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 കയറുക. ആ, ഇങ്ങോട്ടിട്. വാ 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 വാ, വന്നോട്ടെ വന്നോട്ടെ. ആ, മതി 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 മതി. ഡോ, ലോഡ് കയറ്റാൻ ആരും ഇല്ല ഇവിടെ. ഒന്ന് ഇറങ്ങി നോക്കടാ, ഒരിടത്തിരുന്ന അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നോണം. ഗോപാ, ആ, നീ ഇതെവിടെയായിരുന്നു? വണ്ടി വന്ന് കിടക്കുന്നുണ്ടല്ലേ, കയറ്റിവിടാൻ പറ. ലോഡ് കയറ്റുന്നുണ്ട്. റാം ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടില്ല. അവനിങ്ങ് വന്നോളുന്നു, നീ ഇപ്പൊ ചെല്ലോ. ഹലോ, ഞാനിപ്പോൾ ഇറങ്ങുവാ. ആ, ഇറങ്ങുവാന്ന്. ഓ, ആ പ്രസിഡന്റ് തന്നെ ഇവിടെ പോയി കിടക്കണോ? സമയമായി. മുതലാളി എത്തി, ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് കരുതി. ഇപ്പൊ എത്തിക്കൊള്ളാം. പ്രസിഡന്റ് അകത്തുണ്ടോ? ആ ഗോപി, നീ ഇറങ്ങിക്കോ. ഞാനേ പ്രസിഡന്റ് ഒന്ന് കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നീ പോകുന്ന പോക്കിലേ പാർട്ടി ഓഫീസിലിരിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ആ, നമസ്കാരം സഖാവേ. എന്തായി പ്രസിഡന്റ്? സഖാവേ, ഇന്നലെ ഞാൻ ഗോപിയോട് സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഒരു റോഡ് നന്നാക്കി തരാമെന്ന്. ആ, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ പ്രസിഡന്റ്. 11ാം വാർഡിൽ ഒരു 4-5 ബസ് റൂട്ടും കുറേ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന റോഡാണ്. ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പ്രസിഡന്റ് അറിയോ? കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ പകല് പുറത്തിറങ്ങാറില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടെ വന്ന് ചാടും പ്രസിഡന്റ്. ഓ പിന്നെ എന്ത് പിന്നെ? വേണ്ട വേണ്ട, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ സംസാരിക്കാൻ ഞാനുണ്ട്. പ്രസിഡന്റ് കണ്ടില്ലേ, എന്തിനാണ് വെറുതെ? ഞാൻ നോക്കാം സഖാവേ. മതി, എനിക്കത് മതി. നോക്കണം. ഒരു ഗോപി കൃത്യസമയത്ത് തന്നെയാ. അതൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളോടാ കളി. ആ ടോർച്ച് ഇത് എവിടെ പോയി കിടക്കുക? അവനിഞ്ഞ് വന്നോളും. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലെ പറഞ്ഞിരുന്നതാ, പിള്ളേർക്ക് സമയത്തിന് കഞ്ഞി കുടിക്കണമെങ്കിൽ വേറെ വല്ലവരും വെക്കണം. ഇത് നാട്ടുകാരെ സഹായിക്കും, കഞ്ഞി വെക്കും. ഇന്നലെ എവിടെയായിരുന്നു ടീച്ചറെ? അനിയത്തിയുടെ കൊച്ചിന്റെ പേരിടിയിലായിരുന്നു.
ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. അതെ സാറേ, ഭർത്താവ് യൂണിയൻ നേതാവ്. നമുക്ക് എന്തിനാ സാർ ഈ യൂണിയനിലൊന്നും ഇല്ല. എൻ്റെ പൊന്നു സാറേ, സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്ന നമുക്ക് എന്തിനാ ഒരു യൂണിയൻ? ആവശ്യം വരും. സാറേ, ആളെത്തി. എടാ ജോണായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ ആ കുമാരനും കുറേ തെണ്ടികളും എൻ്റെ മൂഡ് കംപ്ലീറ്റ് പോയി. നീ ഇറങ്ങില്ലേ, അവിടെ നിൽക്കി, ഞാൻ ഇപ്പോൾ വരാം. ആണോ? എന്നാൽ നീ പോയിട്ട് വാ, നമുക്ക് പിന്നെ കാണാം. നീ നാളെയല്ലേ വരൂ? ആ ശരി, കാണാം. ഹലോ. ആ നീ കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്ക്, ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആവും. അതെ, വാതിലൊക്കെ അടച്ചു നോക്കിയായിരുന്നോ? എല്ലാം അടച്ചു. ഓക്കെ, ഒന്ന് ശരി. ഓക്കെ. ഞാൻ പോയിട്ടേ വാതിലടയ്ക്കാവൂ പൊന്നെ. ഇന്നും ജോണിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന് പറയേണ്ടി വരുമല്ലോ. ഇതൊരു ശീലാക്കണ്ട. അച്ചാനെങ്ങാനും അറിഞ്ഞാലേ തല പോവും. പിന്നെ തിന്നാൻ തല കാണുകയല്ല എന്റെയും. നീ ഒന്ന് പേടിക്കാതിരിക്കുക. എന്നെ അവന് ഭയങ്കര വിശ്വാസമാ. കൊതി തീരുന്നില്ലല്ലോ പൊന്നെ. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാനും തോന്നില്ല. മതി, എഴുന്നേറ്റ് പോവാൻ നോക്ക്. എന്താടാ ടോർച്ച് ഈ വഴിക്ക്? ഇന്നലെ പുതിയ ബാറ്ററി ഇട്ടതാ, ഇപ്പൊ കേൾക്കുന്നില്ല. നീ പോയിട്ടേ 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ചെയ്തു വെച്ചേക്കാം. ഈ മണ്ടൻ ബാൽക്കയൊക്കെ തിരിച്ചിട്ടേക്കുവാണ്.
ആ റേഡിയോ നന്നാക്കണ്ട, ഇങ്ങ് തന്നേരെ. എന്താ? ആ ചന്ദ്രേട്ടന്റെ റേഡിയോ നന്നാക്കാൻ വാങ്ങിച്ചിട്ട് എല്ലാം അഴിച്ചെടുത്തില്ലേ, നമുക്ക് അറിയാം. ഇങ്ങ് തന്നേരെ. ഓഹോ, കളിക്കാത്ത കാശെടുത്തേ. ദാണ്ട് നിന്റെ കേടിയോ, 100 രൂപ എന്നിട്ട് എടുത്തോണ്ട് പോക്കോ. ഹലോ മാഷേ. പനിയാ? പനിയാ? എനിക്ക് പനിയൊന്നുമില്ല. എൻ്റെ മാഷ ഇന്ന് 1-ാം തീയതി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇവിടെ വന്നേ 2.4 വെട്ടുമാർ ഗുളികയും ചേർത്ത് അടിയടിച്ച ഒരു 1.5 അടിച്ച പവറാ. നോട്ട് ചെയ്തോ, പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കും. അല്ലേ മാഷ എങ്ങോട്ടാ? ടൗണ് വരെ. ഒരു 100 രൂപ തരാം, ബാ കേറ്. ഓട്ടെ. चलो ആജ ചലു. എല്ലാം പൊട്ടിച്ചോ? ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. നീ ഒന്നും ചെയ്യില്ല. അപ്പൊ ഒരുത്തനും ഇറങ്ങുന്നില്ല? ഇല്ല, ഇതിനൊരു തീരുമാനമാകട്ടെ ഗോപ. മുതലാളി വരട്ടെ, കാണാം. ബംഗാളികളുടെ ഒക്കെ ഒരു അഹങ്കാരമേ. എന്തൊക്കെയാടോ ഇത്? അതിന്റെ മുകളിൽ നിന്ന് വെറുതെ ആരോ താഴെ വീഴില്ലല്ലോ. മുതലാളി ഗോപനോട് ചോദിക്ക്. നീ ഗോപനെ തല്ലിയോ? ഇല്ല സാർ, തള്ളിയില്ല. തള്ളും. ഇനി ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും തൊട്ടാൽ നീ ഞൊട്ടും. നീ ബംഗാളിൽ നിന്ന് വന്ന് ആളിനെ തല്ലാനാ? ഇത് ബംഗാളല്ല, ഇത് കേരള. അല്ല സാർ, ജോലി ചെയ്ത് ജീവിക്കാനാ. ദേഹത്ത് കൈവച്ചാൽ തിരിച്ചടിച്ചെടുക്കും. അതിന് മാപ്പ് പറയാതെ ഞങ്ങൾ ഒരുത്തനും ഇവിടെ പണിക്കിറങ്ങില്ല. അവൻ പോട്ടെ സാർ. പോട്ടേന്നോ? എന്റെ വായനൊന്നും കേൾക്കരുത്. അവൻ പോയ വേറെ ആളെ നീ കൊണ്ടുവരുമോ? എടാ, കക്കൂസി പോകുമ്പോഴും വെള്ളം കൊണ്ടുവരാൻ ബംഗാളിയെ നിർത്തുന്ന നാടായത്. ഇവിടെ ഉള്ളവന്മാർ വരുമോ? നീ ചൂടാവാതെ, നീ പോയി അവനെ വിളിച്ചേ. വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എടാ രാമേ, എടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവനെ കൊണ്ട് ഞാൻ തന്നെ മാപ്പ് ഉറപ്പിക്കാം. നീ പോയി പണിക്കാരോട് ജോലി ചെയ്യാൻ പറ. ശരി മുതലാളി. അവന്മാര് വല്ല യൂണിയനൊക്കെ ഒപ്പം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുവോ? എന്തോന്ന് യൂണിയൻ? അത് അവന്മാര് ഇവിടെ കേരളത്തില്. ധൈര്യമായിട്ടിരിക്കുക. നീ സ്കൂളിലേക്കല്ലേ? ഇവനെയും കൂടി ഒന്ന് കൊണ്ടോടാ. പറ്റില്ല ശാന്തി ചേച്ചി, അല്ല ബില്ലും ഉണ്ടെ തന്നേരെ. ഇവ എന്റെ പുറകിൽ എന്നെ കളിയാക്കും. എടാ ജോണേ, എലക്ഷനൊക്കെ ഇങ്ങ് എത്തി. നീ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിക്കണം. ഇപ്പോൾ മണ്ണും പിണ്ണാക്കൊന്നുമില്ല. എടാ കോപ്പേ, എടാ പ്രസിഡന്റേ, ഞാനിന്ന് ഇത്ര അത്യാവശ്യപ്പെട്ട് എങ്ങോട്ടാ പോകണമെന്ന് നിനക്കറിയോ? എങ്ങോട്ട്? എടാ കോയമ്പത്തൂര്. വല്ല കൂടുമല്ലോ ഒത്തോ? എടാ കഴിഞ്ഞ 2 മാസത്തെ ശമ്പളം അവന്മാർക്ക് കൊടുത്തിട്ടില്ല. ആ റാമിനെ എങ്ങനെയോ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് നിർത്തിയിരിക്കുക. കോയമ്പത്തൂരിൽ നിന്ന് സൈഡിനെ കാണണം, പൈസ ഒപ്പിക്കണം, അവന്മാരെ കാശ് സെറ്റിൽ ചെയ്യണം. നീ എപ്പോഴാ തിരിച്ചു വരുന്നത്? എടാ ഞാൻ നാളെ ഏറിയ മറ്റന്നാ
കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ തിരിച്ചു വരും. പിന്നെ എന്നെ എയർപോർട്ടിലൊന്നും വിടണേ. അത് ഞാൻ ഏറ്റു. ആഹാ, ഇതെന്നതാ ഇത്? ഓഫ് ചെയ്യുന്നേ. ഇതൊക്കെ കുഴപ്പാന്നേ, ചുമ്മാ പിള്ളേരെ പോലെ. നമുക്കെന്നാ പിള്ളേരെ പോലെ ആയിക്കൂടെ? ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഒന്ന് കാണാലോ. കണ്ടാ മാത്രം മതിയോ? വല്ലതും കഴിക്കണ്ടേ? പിന്നെ ഞാൻ സദ്യയും കഴിച്ചിട്ടല്ലേ പോത്തുള്ളൂ. ഏത് നശിച്ചവരാണോ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ ജോണേ. ആ, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. നീ ഇങ്ങോട്ട് വരുവാ? ആ ശരി ശരി ശരി. നീ എൻ്റെ ഷർട്ടിങ് എടുത്തേ, ജോണിപ്പോ വരും. എന്റെ ചെരുപ്പിങ് എടുത്തേ. അടച്ചോടച്ചോ. ഓടിക്കോ ഓടിക്കോ അതുവഴി ഇതുവഴി ഓടിക്കോ, ഓടിക്കോ ഓടിക്കോ അതുവഴി ഇതുവഴി ഓടിക്കോ, പാടവരമ്പത്തതുവഴി ഇതുവഴി മാവിൻ കൊമ്പ്, അയ്യോ വേണ്ട കടലിൻ നടുവിൽ വേണ്ടേ വേണ്ട, ഓടിക്കോ ഓടിക്കോ അതുവഴി ഇതുവഴി ഓടിക്കോ. ഗോപാ, അച്ചായൻ സ്ഥലത്തില്ല. അറിയാം. ഇവന്മാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ആ, ഞാൻ കുറച്ച് ക്യാഷ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എവിടെ റാം? ഉണ്ടല്ലോ. അവനെ ഒന്ന് വിളിച്ചേ. റാമേ. ആ, എന്താ റാമേ, സുഖമല്ലേ? വന്നേ, വീട്ടിൽ ചെറിയൊരു പണിയുണ്ട്. ഗോപാ, റാം ഇപ്പൊ ഇങ്ങ് വരുവേ. മോനെ റാമേ, നിന്നെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? അറിയാം. നീ അതാരെയും കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. ബംഗാളികൾക്കിടയിൽ ഒരു സാധനം കിട്ടിയാ അത് നിന്റെ കയ്യിൽ എത്തുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്നാ പിന്നെ അതെനിക്ക് തന്നൂടെ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. എവിടാടാ അത്? തിടുക്ക കൂടല്ല പ്രസിഡന്റ്. ഇതിലെ മെമ്മറി കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കാശിന് ആവശ്യമുണ്ടായിട്ടാണ്. മോനെ, നിനക്കെന്നെ അറിയില്ല.
നമ്മൾ എന്തിനാ അതൊക്കെ അറിയണേ? നമ്മളിവിടെ വന്നത് പണിയെടുത്ത് കാശ് സമ്പാദിക്കണം. പിന്നെ ഇങ്ങനൊരു വഴി വന്നപ്പോൾ കാശിന് ഇത്ര അത്യാവശ്യം, അത്രേ ഉള്ളൂ. അപ്പൊ നീ കാശ് തന്നാലേ തരൂല്ലേ? എടാ ജോയിയെ, ഇവൻ കാശ് കൊടുത്താലേ തരൂന്ന്. ആ അപ്പൊ ശരി, കാണാം. അച്ഛൻ ടെൻഷൻ അടിക്കാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. അച്ഛൻ ആ ഗോവനെ ഒന്ന് വിളിച്ചു. നമുക്ക് ആ ക്യാഷ് അങ്ങ് കൊടുത്തേക്കാം അച്ഛാ. അപ്പൊ പ്രശ്നം തീരുമല്ലോ. ആ ഗോപ, ആ ബംഗാളികൾക്കുള്ള കാശ് റെഡി ആയിട്ടുണ്ട്. ആ റാമിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ആ ശരി, എന്നാ ബൈ. तरातरी फिरयू असो शालू. अमर देश ओ कोमृदे, अमर नंदा ओ अमर मे और अमर गाव. आमी তোমাকে আনেগে মিস করাচ্ছি, হয়তো আমি কিছু টাকা পেতে পারি. এক മിনিট. ভাইয়া കുറച്ച് കാശ് റെഡിയാവാൻ സാധ്യതയുണ്ട്. അയാൾ നിനക്ക് ഞാൻ തരും. തൽക്കാലം ആരും അറിയണ്ട. ഓക്കെ, വന്നേക്കാം. ആ പറഞ്ഞോണേ, ഞാൻ വീട്ടിലുണ്ട്. ആ ശരി, ഞാൻ മേടിച്ചു വെച്ചേക്കാം. വല്ലാത്ത ക്ഷീണോടാ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ആ മെമ്പറോ? നമസ്കാരം. പ്രസിഡന്റിനെ ഏൽപ്പിക്കാൻ തന്നു വിട്ടതാ. എന്നെ വിളിച്ചിരുന്നു. 5 ലക്ഷം രൂപ തികച്ചുണ്ടല്ലോ. ഇടയിന്നൊന്നും വലിച്ചില്ലല്ലോ. 5 ലക്ഷം എത്രയാണെന്ന് പറഞ്ഞില്ലല്ലേ? നന്നായി. എന്നാ മെമ്പർ ചെല്ല്, വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കണം. ശരി, നാളെ പഞ്ചായത്തിൽ കാണാം. ഓ ആ. സാമേ, എടാ സാമേ, എടാ നിന്റെ ചെവിന്ന് എടുത്ത് കളടാ, എടുത്ത് കളടാ. എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. ഇതുകൊണ്ട് അവിടെ വയ്ക്കേ. എവിടാ? എടാ റാമേ, നീ പറഞ്ഞ പോലെ 4 5 ഒന്നും തരാൻ പറ്റില്ല. 2 പറ്റുമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നീ വാ. ആ മോൻ കാശിൻ്റെ കാര്യം വന്നപ്പോൾ നേരത്തെ ഇങ്ങ് വന്നു അല്ലേ? കൊള്ളാം, അതെനിക്കിഷ്ടമായി. ആ നീ സാധനം എടുക്ക്. അത് ശരിയല്ലല്ലോ പ്രസിഡന്റ്. ആദ്യ കാശ്
പിന്നെ സാധനം. കൊള്ളാം, അതിങ്ങി കൊടുക്കടാ. എടുത്ത് ചൂള കൊണ്ടുപോടാ. ഞാനൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവനെ എടുത്ത് ചൂളക്കേറ്റ്. ഞാൻ ദേ എത്തി. എടാ ജോണേ, അവൻ ആ കാശും കൊണ്ട് മുങ്ങിയതാ. നമ്മുടെ കാട്ടിനുള്ളിലെ ആ സായിപ്പിന്റെ ബംഗ്ലാവില്ലേ, അവിടെ വെച്ച് അവനെ കണ്ടത്. അവന്റെ കയ്യിൽ ടൂൾസ് ഉണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരും കയറി ഒന്ന് മേഞ്ഞു, അല്ലാതെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. ഇനിയിപ്പോ എന്താവുമെന്നോ? അപ്പൊ 1,00,000 രൂപയും പോയല്ലേ? അത് അവനും പിള്ളേരും കൂടെ പുട്ടടിച്ചിട്ടുണ്ടാവും. നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. വേണ്ട, ക്യാഷ് കൊണ്ടുപോയി വെക്ക്. ആ ബംഗാളി പൊന്നുമോനെ, നിന്റെ സമയമായല്ലോടാ. ഇത് കേരളമാ. ഇവിടെ ഞങ്ങൾ ബംഗാളികളെ എന്തിനാ യൂസ് ചെയ്യുന്നതെന്നറിയാവോ? മണ്ണു വെട്ടാനും വേണ്ടി വന്ന കൊടി പിടിപ്പിക്കാനും ഒക്കെ, അല്ലാതെ നേതാവാകാനല്ല. എടാ ബംഗാളി, നിന്നെ ഞാൻ അന്നേ നോട്ടവിട്ടതാ. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? നിന്റെ അവസാനമായിട്ടല്ലടാ നീ എൻ്റെ അടുത്ത് വന്നേ.
കാതിൽ ചൊല്ലി ഇന്നാരെ നീ തിരഞ്ഞു. ഇളം മഞ്ഞു പോലെ എന്നുള്ളിലാർദ്രമൊരു കുഞ്ഞു മോഹമുണർന്നു. കുളിർ തെന്നൽ വന്നു മെല്ലെ കാതിൽ ചൊല്ലി എന്നാരെ നീ തിരഞ്ഞു. ഇളം മഞ്ഞു പോലെ എന്നുള്ളിലാർദ്രമൊരു കുഞ്ഞു മോഹമുണർന്നു. പറയൂ നീ എന്തിനായി വിരിയും തളിർമുല്ലയായി ഇനി ആരാരും കാണാതെ മനസ്സിലൊളിച്ചു വെച്ചു. തെന്നൽ വന്നു മെല്ലെ കാതിൽ ചൊല്ലി ഇന്നാര് നീ തിരഞ്ഞു. ഇളം മഞ്ഞു പോലെ എന്നുള്ളിലാർദ്രമൊരു കുഞ്ഞു മോഹമുണർന്നു. ഇനി വിരിയുമോ നീഹാരപുഷ്പങ്ങൾ, മലർച്ചൊരിയുമോ മാഗന്ധ സ്വപ്നങ്ങൾ. വിരുന്നുവരും ആനന്ദരാഗങ്ങളിൽ പറന്നുവരും ആശ്ലേഷഗാനങ്ങളിൽ എനിക്കു തരുമോ കവർന്ന മധുരം പകരുമോ പരിമളം. ഇതളുലഞ്ഞ പനിനീർപ്പൂക്കളുടെ തെന്നൽ വന്നു മെല്ലെ കാതിൽ ചൊല്ലി ഇന്നാരെ നീ തിരഞ്ഞു. ഇളം മഞ്ഞു പോലെ എന്നുള്ളിലാർദ്രമൊരു കുഞ്ഞു മോഹമുണർന്നു. ഇനിയും മൂളുമോ പ്രേമത്തിനീണങ്ങൾ, കവിതയുണർത്തും രാവിൻ നിലാവേലും. മിഴികളിലെ സായുജ സംഗീതമായി മൊഴികളിലെ സല്ലാപ സൗന്ദര്യമായി നിറച്ചു തരുമോ പ്രണയ ചഷകം. പറയുമോ പ്രിയതരം ഉണർന്നുലഞ്ഞ പകൽ കിനാക്കളുടെ തെന്നൽ വന്നു മെല്ലെ കാതിൽ ചൊല്ലി ഇന്നാരെ നീ തിരഞ്ഞു. ഇളം മഞ്ഞു പോലെ എന്നുള്ളിലാർദ്രമൊരു കുഞ്ഞു മോഹമുണർന്നു. പറയൂ നീ എന്തിനായി വിരിയും തളിർമുല്ലയായി ഇനി ആരാരും കാണാതെ മനസ്സിലൊളിച്ചു വെച്ചു. തെന്നൽ വന്നു മെല്ലെ കാതിൽ ചൊല്ലി ഇന്നാര് നീ. ഇവിടെ വരെ ഉള്ളൂ. ഇനി അവിടെ നിന്നാ ജീപ്പ് കിട്ടും. അശോ ശബ്ദാനോ വേഗം അങ്ങോട്ട് കൊടുക്ക്. മോളകത്തോട്ട് കയറിക്കോ. ആ അങ്ങോട്ട് ഇരിക്കും. ആ അവിടെ ഇരിക്കും.
ആ ബാഗ് പിടിച്ചോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ കുറേ ചുടവുണ്ട്. ഇവിടെ റാമെന്ന് പറയുന്ന ഒരാൾ വന്നിട്ടില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് ഇവിടെ ആർക്കും അറിയത്തുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ചേർത്തെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ഒന്ന് അന്വേഷിക്കും. അവിടെ കുറേ കട്ടച്ചുളകളും ബംഗാളികളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും. എന്നാ ശരി. ഇവിടെയാണ് റാം ജോലി ചെയ്യുന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല സാർ. ഏതോ ഒരു ഇഷ്ടികച്ചുള്ളിൽ ജോലി ചെയ്യാന്നറിയായിരുന്നു. കുറേ ഇഷ്ടികച്ചുള്ള കയറി ഇറങ്ങി അങ്ങനെ ഇവിടെ വന്നത്. ഇവിടെ തന്നെയാണ് റാം ജോലി ചെയ്യുന്നത്. തുടക്കത്തിൽ അയാൾ ഒരു വലിയ കുഴപ്പക്കാരനല്ലായിരുന്നു. പക്ഷെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവനോട് ഒന്ന് പോയത്. എങ്ങോട്ടെന്ന് അറിയില്ല. എങ്ങോട്ടാണെന്ന് പോലും ആർക്കും അറിയില്ല. ബംഗാളികൾക്ക് ശമ്പളം കൊടുക്കാനായിട്ട് 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ മുങ്ങിയത്. പോലീസ് വരെ കേസ് എടുത്തിട്ടുണ്ട്. ഇല്ല സാർ, റാം അങ്ങനെ ഒരാളല്ല. പോലീസോ പിന്നെ ബംഗാളികളോ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. പറയണ്ട, ഞാൻ പറഞ്ഞു. മോളും മരുമോനും വന്നിട്ട് ഇന്നാണ് അങ്ങോട്ട് പോയത്. നമസ്കാരം, സുഖല്ലേ? ഹലോ. റാമിന്റെ ഭാര്യ ബംഗാളിന്ന് ഞാൻ പറഞ്ഞ് പീഡിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവള് തിരിച്ചു പോയെന്നാ തോന്നുന്നത്. എന്നിട്ട് നീ എങ്ങോട്ടാ പറഞ്ഞു വിട്ടെ? കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വരുവോ? കൂടെ ആരെങ്കിലും ഉണ്ടോ? എന്റെ ജോണേ, ആ റെയിൽവേ സ്റ്റേഷനിൽ വല്ലതും കൊണ്ട് വിടാൻ മേലായിരുന്നോ? ശരി, ഞാൻ വരാം. നീ മുതലാളിയോടൊന്ന് പറഞ്ഞു, എനിക്കിനി വയ്യ. നിങ്ങൾ എന്നെ വിളിച്ചു പറ.
എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഏതടൈ മുതല് സാധനം കൊള്ളാലോടാ. ബംഗാളി പെണ്ണാന്ന് തോന്നണേ. നീ ഒന്ന് പോയി മുട്ടി നോക്കിയേ. ആര് ഞാനാ? പിന്നല്ലാണ്ട് ഞാനാ. അണ്ണനും കൂടി വാ. ഞങ്ങള് സിറ്റിയിലേക്കാന്നേ. അങ്ങനെയാണെങ്കിൽ പോര്. ഒന്നും പേടിക്കണ്ട, അണ്ണനല്ലേ വിളിക്കുന്നത്. അണ്ണാ ഗോപിസവാൾ. എന്താണ് ഇവിടെ? ഏതാ ഈ പെങ്കൊച്ച്? ഇത് ബംഗാളി. ബംഗാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കെന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല. എന്നാ പോയേ പോടാ. നീ എങ്ങോട്ടാ? കൊച്ച വീട്ടിലെത്താൻ നോക്കില്ലേ? നിന്നെയൊക്കെ റാഞ്ചിക്കൊണ്ട് പോകും വല്ലവരും ഒക്കെ. പോ. നോക്കുള്ളവര് നോക്കി നിൽക്കുമ്പോ വേണ്ടാതെ കാണിക്കുന്നു. നിന്നെ കേട്ടല്ലോ. വണ്ടി ഇങ്ങോട്ട്. ബാഗ് എടുക്കടാ. വണ്ടിക്ക് ഇരിക്കും ഇവിടെ. എടുക്കടാ വണ്ടി. മാമന് തരൂ ബിസ്ക്കറ്റ്. വേണോ? എന്തൊരു ദ്രോഹം ഇത്. കുറെ പാവങ്ങളുടെ നിന്ന് പൈസയും പറ്റിച്ചോണ്ട് അവൻ ഇവിടുന്ന് പോയിരിക്കുന്നു. ഇല്ല സർ, റാം അങ്ങനെ ചെയ്യില്ല. നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെ പിടിച്ചു? ഇവിടെ തൃശ്ശൂരിൽ നിന്നൊരു വീണ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ടീച്ചേഴ്സ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ മലയാളം പഠിച്ചു. പിന്നെ റാമും. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായിരുന്നു റാം. ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ റാമിൻ്റെ കൂടെ പോയത്. ഗ്രാമ അബ്ബ എല്ലാം വിട്ടിട്ട്. അവിടെയുള്ള പൊളിറ്റിക്കൽ ചേഞ്ച് റാമിൻ്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ കേരളത്തിലേക്ക് വിട്ടത്. പക്ഷേ ഇവരുണ്ടായ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പണം ഉണ്ടാക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കൂടെ താമസിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാ ലോകം. നാടും വീടും വിട്ട് റാമിൻ്റെ കൂടെ പോയതാണ് സാർ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞാനും മോളും മാത്രം. എടാ സുധീഷേ, ആ കുമാരസഖാവിനെ വിളിച്ചിട്ടേ സഖാ വേലിയമ്മയുടെ വീട്ടിലോട്ടൊന്ന് വരാൻ പറഞ്ഞു കേട്ടോ. ചെല്ലു. എന്തായാലും വിഷമിക്കണ്ട, ഞാനൊരു സഖാവല്ലേ. തൽക്കാലം ഇന്നൊരു സഖാവിന്റെ വീട്ടിൽ നിൽക്കേ. ബാക്കി തീരുമാനം നമുക്ക് നാളെ ആക്കാം. വന്ന് വണ്ടി വാ, വണ്ടി എടുക്ക. പ്രസിഡന്റ് അയാൾ പറ്റിച്ചോ കടന്നു കളഞ്ഞോ അതല്ല ഇവിടുത്തെ വിഷയം. ഒരു കുഞ്ഞിനെയും കൊണ്ട് പാലത്ത് നിന്ന് എടുത്ത് ചാടി ചാവാൻ പോകുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാനാവില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അറിയാലോ. അയ്യോ അത് വേണ്ട. നമുക്കെന്താ ചെയ്യാൻ പറ്റുക? വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? ഒരു പാവത്താൻ പെണ്ണ്. പിന്നെ നമ്മുടെ ആ LP സ്കൂളിൽ ഭക്ഷണം പാചകം ചെയ്യാനൊരു പെണ്ണിനെ വേണമെന്ന് കുറേ ആയല്ലോ പറയുന്നത്. നമുക്ക് അവൾ അവിടെ നിർത്താം. എന്തെങ്കിലും ഒരു ദിവസം അത് കൊള്ളാം. പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. എന്ത് പ്രശ്നം? അതവിടെ കഞ്ഞിയും പയറും വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാനങ്ങോട്ട്. എന്നാ ശരി. എന്തായി? ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തു. സർക്കാർ സ്കൂളായി പോയില്ലേ. ഗോപിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നിങ്ങളൊരു കാര്യം ചെയ്യേ, ആ കുട്ടിയായിട്ട് സ്കൂളിലേക്ക് പോയി. ഇവിടെ ഉണ്ട്. ഓ ഇവിടെയൊക്കെയാണല്ലേ. അപ്പം ശരി. വാ, നമുക്കന്ന് ഗോവിന്ദന്റെ കടയിലോട്ടിരിക്കാം. ഹലോ ഹലോ ജോണേ, അത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്നു. ഒരു വിധത്തിൽ നന്നായി. എവിടെങ്കിലും പോയി ചത്ത അതിൻ്റെ പിന്നാലെ പിന്നെ കൊടിയും പിടിച്ചു വന്ന ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇടയ്ക്ക് പോയെന്ന് വരട്ട. എന്നാ ശരി, വൈകിട്ട് കാണാം. ബൈ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ സ്ത്രീശക്തി ഭാഗ്യക്കുറികൾ.
30 രൂപ മുടക്കൂ, ഒരു ടിക്കറ്റ് എടുക്കൂ. ഈ ഭാഗ്യമത്സരത്തിൽ സന്മനസ്സോടെ പങ്കെടുക്കൂ. നിരന്തരമായി സൗഭാഗ്യ സമ്മാനങ്ങൾ നേടിക്കൊടുക്കുന്ന ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുന്നു. സൗഭാഗ്യ അനുഗ്രഹീതമായ നല്ല നാളേക്ക് വേണ്ടി സന്മനസ്സോടെ 30 രൂപ മുടക്കൂ. ഇന്ന് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ സ്ത്രീ ശക്തി ഭാഗ്യക്കുറി SS മണി ഹൗസ് ഓഫ് ലോട്ടറീസ് കേട്ടോ നമ്മുടെ പടയണിയുടെ കാര്യം പത്രത്തിലുണ്ടല്ലോ. 8ാമത്തെ പടയണിയാ. ഇത്തവണ മഴയില്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ആത്മാർത്ഥതയോടെ സൗഭാഗ്യ പൂച്ചകളുമായി സ്വാഗതം ചെയ്യുന്നു. ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരു നല്ല കാല ജീവിതം നിങ്ങളിൽ പടുത്തുയർത്തുവാൻ സന്മനസ്സോടെ 30 രൂപ മുടക്കൂ. ചേട്ടാ ഒരു ചായ. സ്ത്രീ ശക്തി ഭാഗ്യക്കുറിവാം പരിഷ്കരിച്ച സമ്മാനം. ജോർജേ, എനിക്ക് ഹെൽപ്പിന് ഒരാളായെന്ന് കേട്ടില്ല. അതാരാ? കുറഞ്ഞ വിലയിൽ ഒരു ബംഗാളി പെണ്ണ്. ബംഗാളിയൊക്കെ വെളിയിൽ കിടക്കത്തേ ഉള്ളൂ. ജോർജേ, ആദ്യം നീ വെളിയിൽ പോകാതെ നോക്കി. കേരളത്തിന്റെ സ്ത്രീ ശക്തി ഭാഗ്യക്കുറിവാം 30 രൂപയ്ക്ക് ചായ. 60 ലക്ഷം രൂപ ഒന്നാം ചേട്ടാ, അവൻ ചായ കുടിക്കാതാണല്ലോ പോയത്. നീ അവനെ ഓടിച്ചു വിട്ടെ. ഈ ചായയുടെ കാശേ നീ തരണം. വല്ല കാര്യമുണ്ടോ? പരിഷ്കരിച്ച സമ്മാനങ്ങൾ. ഗുഡ് മോർണിംഗ്. ആ ശ്രീകുമാർ സാറേ, നമ്മുടെ ടോർച്ചിനെ സഹായിക്കാൻ ഒരു പുതിയ സ്റ്റാഫ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബംഗാളി പെണ്ണ. ഇനി കുറച്ച് ദിവസം നമ്മുടെ പിള്ളേര് ബംഗാളി കഞ്ഞി കുടിക്കട്ടെ. അത് ടോർച്ചിന് ഇഷ്ടപ്പെടുമോ? പിന്നെ അവനെ കെട്ടിക്കാറൊന്നുമല്ലല്ലോ. ആ നിന്റെ പരാതി തീർന്നല്ലോ. ദേ ആളവിടെ ഉണ്ട്. നിങ്ങൾക്കെന്താ വേറെ ആണുങ്ങളെ ഒന്നും കിട്ടിയില്ലേ സാറേ? അവക്കാണ് ഒരു കൊച്ചു. ഞാൻ ഇവിടെ താമസിക്കത്തില്ല, നാട്ടുകാർ വല്ലതും പറയും. കഞ്ഞിപ്പുരക്ക് 2 മുറിയില്ലയോ? അത് ഒരെണ്ണം ശരിയാക്കി കൊടുറാ. അപ്പൊ എല്ലാം തീരുമാനിച്ചോ? സാറ് തന്നെ അങ്ങ് ശരിയാക്കി കൊടുത്താൽ മതി. ആരാ തള്ളിയിട്ടെ? ആരാടാ തള്ളിയിട്ടെ? ഇതിനെ ആത്തങ്ങാനും കൊണ്ട് ഇരുത്ത്. ചോന്മാരാ. ടോർച്ചിന്റെ കൊച്ചു വീണപ്പോ വലിയ ഒരുക്കോ. ഇന്നത്തേക്ക് ഞാൻ ചെയ്യാം, നാളെ മുതൽ ചെയ്തോളാം. ഇവിടെ വേറെ കട്ടിലില്ല. ഉള്ള കട്ടിലിന്റെ കാലാണേ ഒടിഞ്ഞിരിക്കുക. വേണേതാ ഈ പാ എടുത്ത് തറ വിരിച്ച് കിടന്നു. എൻ്റെ വീട് ഇവിടെ വളരെ അടുത്താ. ഞാൻ അങ്ങോട്ട് പോവുക. ഇവിടെ ശരിയാകുകയല്ല. രാത്രി ഭയങ്കര ഒച്ചയും വിളിയും കരച്ചിലും ഒക്കെയാ. ചൊവ്വയും വെള്ളിയും ഉറപ്പാ. പേടിക്കാനൊന്നുമില്ല. ഞാൻ പോവാ. എവിടേക്കടാ നീ? അല്ല ടോർച്ച് ട്യൂബ്ലൈറ്റ് മതിയാവോ? വേണ്ട, വെട്ടം കൂടും, ആൾക്കാർ കാണൂലേ. വെട്ടം ഞാൻ കൂട്ടിത്തരാടാ. അമ്മേ
എവിടെ കൊണ്ടുപോവാ? അയ്യോ വിട് വിട് വിട്. സഖാവിനെ വിളിയടാ. അവിടെ പിടിക്കില്ല, അവിടെ പിടിക്കില്ല, അവിടെ പിടിക്കില്ല, അവിടെ പിടിക്കില്ല. നിന്നെ എവിടെ പോവാ? സ്കൂളിൽ. ഇന്നലെ നീ എവിടെ ആയിരുന്നു? വീട്ടിൽ പോയി. മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? ഒരു പെണ്ണിനെയും കൊച്ചിനെയും ഒറ്റയ്ക്ക് ആക്കിയിട്ട് നിന്റെ ബലത്തിലല്ലേ ഞാൻ അവരെ ഇവിടെ നിർത്തിയിരുന്നത്. എന്നിട്ട് മോഹം കുനിച്ച് നിൽക്കുന്നു. എന്താടാ ഇനി അവരെ ഒറ്റയ്ക്ക് ആക്കിയ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എടാ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അനാഥരല്ലേ. ആ ചെല്ലു പൊക്കോ. ഇന്നലെ എന്തെങ്കിലും? ഭയങ്കര കരച്ചിലായിരുന്നു. ആണോ? കരച്ചിൽ കേട്ടെന്നാ? സാർ, ഒരു വെളുത്ത റോസാപ്പൂവിനെ സ്നേഹിച്ച ഒരു പാവം കുരുവിയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ കുരുവിയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ റോസാപ്പൂ, അപ്പോൾ റോസാപ്പൂ, അപ്പോൾ റോസാപ്പൂ. ഡി നിക്കടി അവിടെ. ഡി അമ്പടി കുറുമ്പി, എന്തിനാ ഓടിയത്? ഡിസ്റ്റർബ് ആക്കിയോ? ഏയ്, അവളും ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കട്ടെ. സർ, ഇവിടെ ജോലി കഴിഞ്ഞാ പിന്നെ വല്ലാത്ത ബോറടിയാ. എനിക്ക് കുറച്ച് ബുക്സ് തരോ? പിന്നെന്താ. നീയാ റാമിൻ്റെ? നമസ്കാരം, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ നിനക്ക് സുഖമല്ലേ? ഇവിടെ എല്ലാവരും എതിർത്തതാ നിന്നെ ഇവിടെ വെക്കുന്നതിന്. എൻ്റെ ഒറ്റൊരാളുടെ നിർബന്ധ. താങ്ക് യു സർ. ഇവിടെ ഒരൊറ്റയാളും അറിയരുത് നീ റാമിൻ്റെ ഭാര്യയാണെന്ന്. അവൻ മൊത്തം കുളവാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. നോക്കിയും കണ്ട് നിന്നോണം. ഞാൻ കുറച്ച് ചോറുണ്ടാക്കിയിട്ടുണ്ട്. കറികൾക്കൊക്കെ ബംഗാളി ടേസ്റ്റ് ആവും. വന അകത്തിരുന്ന് കഴിക്കാം. ഞാൻ ഇങ്ങോട്ട് എടുക്കണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതെ, കട്ടിലിൻ്റെ കാല് പ്രശ്നമൊന്നുമില്ല. കുട്ടിയെ കൊണ്ട് അതിൽ കിടന്നോളൂ.
ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്കാൻ നിൻ തിരുനാമങ്ങൾ പാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സ്കൂളിൽ ഒരു മാജിക് ഷോ ഉണ്ട്. അപ്പോൾ എല്ലാവരും അച്ചടക്കത്തോടു കൂടി അത് വന്ന് കാണുക. എന്നാൽ എല്ലാവരും വരിവരിയായിട്ട് അവരവരുടെ ക്ലാസ്സിലേക്ക് പോയിക്കോളും. ശ്രീകുമാർ സാറേ, ആ മാജിക്കാരൻ വരുമല്ലോ അല്ലേ? പിന്നെ അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് മാജിക് കാണിക്കേണ്ടി വരും. അയാൾ വരും സാറേ. ആ വന്നാ മതി. നന്ദ, തനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ സാർ? എന്താ? ബ്രോക്കോച്ച് തീവ്രമായ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബുക്സ്. മോളെ കുട്ടി മാജിക് ഷോയ്ക്ക് വരില്ലേ? ആ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങളെ കുറച്ച് മാജിക്കുകൾ കാട്ടി രസിപ്പിക്കാനും കുറച്ച് മാജിക്കുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരുവാനും വേണ്ടി നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത മജീഷ്യൻ ശ്രീ ദീപക് രാജിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുഴ പോൽ നിൻ ചുണ്ടുകൾ പാടാൻ മറന്നതോ, അരികിൽ നീ വന്നു നിറസിന്ധുവാ, ഒരുപോലെ ഒഴുകാനോ ഒരുമിച്ചു തുഴയാനോ, ഇതിലെ നീ വന്നതു എന്നിലെ എന്നിലാ. നന്ദ, ഒന്നും പറയണ്ട. രജിസ്റ്ററും ഫയലും ഒക്കെ കൊണ്ട് പോയതാ. അവിടെ ചെന്നപ്പോ ഭയങ്കര തിരക്ക്. ഇവിടെ നല്ല പണിയുണ്ടായിരുന്നു. മാജിക് ഒക്കെ കഴിഞ്ഞു കൊള്ളായി മൊത്തം. എന്നാലും നല്ല രസമുണ്ട്. പായസ അമ്പലത്തിലെ കാത്തോമ പോയതിന് ശേഷം പിന്നെ ഇപ്പോഴാ മോനേട്ട തന്നു വിട്ടതാ. കഴിച്ചിട്ട് കൊച്ചിനും കൊടുക്ക. ശരി. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ, നമുക്കെന്താ അല്ലേ? എന്താ പറഞ്ഞു? ഏയ് ഒന്നുമില്ല. അങ്ങനെ അടുത്ത പടയണി എത്തി. എന്ത് പെട്ടെന്നാ ഒരു വർഷം പോയേ. പടയണി? അയ്യോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടുത്തെ അമ്പലത്തിലെ ഒരു പരിപാടിയാ. വലിയ രൂപങ്ങളും കത്തിയ പന്തവും ഭയങ്കര മേളങ്ങളും. ചിലപ്പോഴൊക്കെ പേടി തോന്നും. എനിക്കും പേടിയായിരുന്നു. ഇപ്പോഴോ? ഏയ് ഇപ്പോഴും പേടിയൊന്നുമില്ല. പേടിക്കണേ? അത്
കാണുന്നില്ലല്ലോ. ഇതെവിടെ? അയ്യോ. എന്താ തിരയുന്നത്? എന്റെ താക്കോല് ഇതാണോ? അയ്യോ, സമാധാനമായി. എന്നാലും അയാൾ എന്തൊരു മനുഷ്യനാ. ആരാ മനുഷ്യൻ? തൻ്റെ ഭർത്താവ്. ഒരു ഫോൺ പോലും വിളിക്കാറില്ല. ഈ കുഞ്ഞിനെങ്കിലും ഓർക്കണ്ടേ? ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഓർക്കാറില്ല. തിരിച്ചു പോകണം, കുഞ്ഞിൻ്റെ ഭാവി നോക്കണം. ഒരു ജോലി ശരിയായ ഇവിടെ തന്നെ നിന്നൂടെ? ഇതൊരു ഉടുപ്പാണ്, കുട്ടിക്ക. ഇവിടെ പടയണയൊക്കെ വരികയല്ലേ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ കാണണം. ആ, ടോർച്ചില്ലേ കൊണ്ടുപോകാൻ? ടോർച്ചേ പടയണിക്ക് വരുമ്പോൾ ഇവരെയും കൂടെ കൊണ്ടുവരണം. അതോ കപ്പലണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് നടക്കുവോ? കൊണ്ടുപോവാ. എന്താ ഒരു മാതിരി? ഞാനിങ്ങനെ എന്തൊക്കെയുണ്ട് ശ്രീകുമാറെ വിശേഷങ്ങൾ? തന്നെ പ്രസിഡന്റ്. എന്തായി? ഇലക്ഷനൊക്കെ ആയി വരുന്നു. എന്താവാൻ? ആത്മാർത്ഥമായി ചെയ്യേണ്ടതൊക്കെ ഞാൻ ഈ പഞ്ചായത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഈ ജനങ്ങൾക്കറിയാം. പിന്നെന്താവാൻ? ഹലോ, ആണോ? എവിടെ? ആരാണെന്ന് വല്ലതും തിരിച്ചറിഞ്ഞോ? നീ ഫോൺ വെക്ക്, ഞാനെത്താം. എന്താ പ്രസിഡന്റ്? നമ്മുടെ പുഴയിൽ ഒരുത്തൻ്റെ ശവം പൊങ്ങിയെന്ന്. ഓരോന്ന് വന്നോളും ഇവിടെ കിടന്ന് ചാവാൻ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഒന്ന് ഇറങ്ങി എടുക്കട ചന്ദ്ര. എന്ത് ശവോ? എടാ കുപ്പി മേടിച്ചു തന്നിട്ട് നീ ശവത്തിന് ഇറങ്ങി എടുക്കടാ. എന്റെ പട്ടി എടുക്കും. ചന്ദ്രനെ തറവാട്ടി പറഞ്ഞവനാണ്. അത് വിട്ടുകള സാറേ. ആ ടോർച്ചേ, നീ ഒന്ന് ഇറങ്ങിയെടുത്തേ. ഒന്ന് ഇറങ്ങി എടുക്കടാ. അല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് മദ്യം മേടിച്ചതെന്ന്? ഒന്ന് ഇറങ്ങടാ അങ്ങോട്ട്. ഇവിടെയൊന്നും ഉള്ളതല്ല, വല്ല ബംഗാളിയാണ്. പിന്നെ അവന്മാർ ഇവിടെ ഉള്ളവരെ തട്ടിയിടാണ്ടിരുന്നാൽ മതി. മനപ്പൂർവ്വ പാവത്തിന് ആരും ഇല്ലാത്തവനായിട്ടല്ലടാ. നമ്മളോടങ്ങാൻ പറയണായിരുന്നു. അതെ അതെ, കഷ്ടം തന്നെ.
ഉറപ്പിച്ചിട്ടാ. ഇത് കുടി. കഴിക്കൂ. മനസ്സിന്നത് കളയെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും പെങ്ങളുമൊക്കെ. 5-ാമത്തെ വയസ്സിൽ ഒരു കടയിൽ നിന്ന് ആഹാരം വാങ്ങി തന്നിട്ട് പോയത് അച്ഛൻ. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ എങ്ങോട്ടോ പോയിരുന്നു. പിന്നെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങിയതാ ഒറ്റയ്ക്കുള്ള ഓട്ടം. ഓടി ഓടി ഒടുവിലൊരു നല്ല മനുഷ്യന്റെ അടുത്തെത്തി. നമ്മുടെ ശ്രീകുമാര മാഷിന്റെ അച്ഛൻ. അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. പറ, നിങ്ങളാരാ? ജോണിന്റെ ഇഷ്ടകച്ചുള്ള വർക്ക് ചെയ്ത റാമിനെ അറിയോ? റാം? അതെന്റെ ഭർത്താവ്. ഇവളുടെ അച്ഛൻ. ജോൺ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ടോർച്ച് അറിയാതെ ഇവരെ ഒന്നും സംഭവിക്കില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ടോർച്ചിന്റെ കണ്ണിലൂടെ കാണുന്ന ആളല്ലേ? പറ, എന്താ എന്റെ രാമിന് സംഭവിച്ചേ? ഞാൻ കണ്ടതാ. കത്തിച്ചു കളഞ്ഞില്ല എന്റെ രാമിനെ. എന്നിട്ട് കള്ളൻ എന്ന പേരും കൊടുത്തു. ഇനി ഞാൻ അവനെ കാത്ത് എന്തിനാ നിക്കണേ? പോണം. പൊയ്ക്കോ. ആരുമില്ലാത്തവനല്ലേ ഞാൻ. ഇവിടെ ഒരു വിശ്വാസമുണ്ട്. പടയണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ ഈ നാട്ടിലുള്ളവർ പുറത്തേക്ക് പോകാൻ പാടില്ല. ഇഷ്ടമുള്ളതുപോലെ ആവാം.
പാടിപ്പതിക്കാതെ നിശ്വാസമായി എങ്ങു പോയൻ ഹൃദയ താളത്തെ തൊട്ടറിയാതെ നീ തീനാളമാ തൊട്ടറിയാതെ നീ തീനാളമാ. ആ എന്താ ടോർച്ച് നീ ഇവിടെ? ജോൺ മുതലാളിയെ കാണാൻ വന്നതാ. എന്തായാലും നീ എന്നോട് പറ. ഒന്നുമില്ല. ടോർച്ചേ, എടാ ടോർച്ചേ. മക്കളെ, ഈ ടോർച്ചും പിടിച്ച് ഇവിടെ ഇരുന്നോ കേട്ടോ. കാലിൽ ചിലമ്പുമണിഞ്ഞു കൊണ്ടേ പൂഞ്ചേല നന്നാഞ്ഞോറിഞ്ഞുടൂത്തേൻ. കാലിൽ ചിലമ്പുമണിഞ്ഞു കൊണ്ടേ പൂഞ്ചേല നന്നാഞ്ഞോറിഞ്ഞുടൂത്തേൻ. പൂഞ്ചേല നന്നാഞ്ഞോറിഞ്ഞുടൂത്തേൻ. പൊന്നരഞ്ഞാണവും ഇട്ടു നന്നായി. കാതിൽ വെള്ളോലയണിഞ്ഞുകൊണ്ടേൻ. കങ്കണത്തോൾ വളയിട്ടു നന്നായി. കാതിൽ വെള്ളോലയണിഞ്ഞുകൊണ്ടേൻ. കങ്കണത്തോൾ വളയിട്ടു നന്നായി. നെറ്റിയിൽ നല്ല തിലകം തൊട്ടു അഞ്ജനം കൊണ്ടു നൽകണ്ണെഴുതി. നെറ്റിയിൽ നല്ല തിലകം തൊട്ടു അഞ്ജനം കൊണ്ടു കണ്ണെഴുതി. പീലിത്തിരുമുടി കെട്ടി നന്നായി കുമല ജാലമണിഞ്ഞുകൊണ്ടേ. ടോർച്ചേ, നന്ദ വന്നില്ല. വന്നില്ല. അവിടെ പറയണ തുടങ്ങാറായി. വാ, നമുക്ക് അങ്ങോട്ട് പോവാം.
എത്ര നാളായിട്ടാ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ. আমাকে তুমি রে পুড়িয়ে মেরে দেবে, আমাকে তুমি মারতে পারবে না। मरने अवस्था ये 5% है। ടോർച്ചല്ലേ, ഒന്നും കാണത്തില്ല. ടോർച്ചല്ല അച്ഛൻ, അങ്ങനെ വിളിക്കാനാ പറഞ്ഞത്. എന്നും നിന്റെ വഴികളിൽ, എന്നും നിന്റെ സന്ധ്യയിൽ, എന്നും നിന്റെ വഴികളിൽ, എന്നും നിന്റെ സന്ധ്യയിൽ, ഇരുൾ മൂടും മാനത്ത് തെളിയും പൊൻതാരമേ, ഇരുൾ മൂടും മാനത്ത് തെളിയും പൊൻതാരമേ, മറഞ്ഞുവോ നീ ഒരു തീനാളമായി പടയണി കോലങ്ങൾക്കിടയിലോ, പൂത്ത ചെന്താമരയ്ക്കടിയിലോ,